റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തോ? ഹായ്, നമസ്കാരം. ബോബി മാം എന്തോ ചോദിച്ചായിരുന്നില്ലേ, പക്ഷെ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു ഫോണ് ഓഫായിരുന്നു. ബോബി മാം എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? പിക്ചർ എല്ലാവർക്കും കാണാമല്ലോ. ഞാൻ ജസ്റ്റ് റെഡ് ഔട്ട്ലൈൻ ചെയ്തു. ഇന്നലെ ഫില്ല് ചെയ്ത ഒറ്റ കോട്ടാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. റെഡിൽ ഞാൻ മ്യൂറൽ റെഡിൽ ഇന്നലെ പറഞ്ഞിരുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഒറ്റ കോട്ട് ലൈറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ടാമത്തെ കോട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചോട്ടെ. ഇവിടെ 1-2 ഭാഗങ്ങളിൽ സമയം കിട്ടിയില്ല. അപ്പം രണ്ടാമത്തെ കോട്ട് 2-3 കോട്ട് ചെയ്താലേ ഫില്ലാവുള്ളൂ. 2 കോട്ട് കൊണ്ടും കുറച്ചൊരു ലൈറ്റ്നെസ് വരുന്നുണ്ട്. അപ്പം 3 കോട്ട് വരെ കൊടുത്താലേ നമുക്ക് ലൈറ്റായിട്ട് ഈ ഒരു കച്ചവാലും ഒറ്റ നാക്കുമെങ്കിലും കേട്ടോ. ഹെയർ 2 കോട്ടായാലും മതി, ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഭാഗത്താണോ വന്നിരിക്കുന്നത് ആ ഭാഗത്തെല്ലാം ഒന്ന് ഡാർക്കായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് ഞാൻ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് ഫില്ല് ചെയ്തിടും. റെഡെല്ലാം ഒന്ന് വരച്ച് തീർത്തതേ ഉള്ളൂ. രാവിലെ ഇച്ചിരി ക്ലാസ്സുകളൊക്കെ ആയിരുന്നു, അതാണ് ഇടാതിരുന്നത്. എന്തെങ്കിലും വരച്ചപ്പം എന്തെങ്കിലും ഡൗട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും എത്തിയിട്ടില്ല, വളരെ കുറച്ച്. ഇന്നലത്തെ ലിങ്ക് ഇട്ടിട്ടില്ല, ഇന്ന് രാത്രി ഒന്നിച്ചിടാവേ. ഇന്നലത്തെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഇട്ട് തരാം. ഇന്നലത്തെ ക്ലാസ്സിൽ ഇല്ലാത്ത ആരെങ്കിലും ഇന്നത്തെ ക്ലാസ്സിലുണ്ടോ? ഞാൻ പറയണ കേൾക്കാവോ? കേൾക്കാം മാം. കേൾക്കാം. ഓക്കെ. ഞാൻ ആരുടെയും സൗണ്ട് കേൾക്കാത്തതുകൊണ്ട് കേൾക്കാൻ പറ്റത്തില്ലേ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മളിത് കളറിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കളറിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെഡ് വരയ്ക്കുമ്പോൾ ചെറിയ ഭാഗങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് അക്രിലിക് കളേഴ്സാണ്, വൈറ്റ് യൂസ് ചെയ്താലും കറക്റ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം നമ്മൾ സ്പീഡിലോടൊപ്പം ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് ഇന്നലെ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചോളൂ. കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സുകൾ റെഡ് ചെയ്തവർക്ക് ഇന്നലത്തെ ക്ലാസ്സിൽ ഒരു മണിക്കൂർ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഹോംവർക്ക് ഒന്നുമില്ല. ഇതിന് ഒരു കോട്ടൂടെ ചെയ്യാൻ പറഞ്ഞു, ഇത്രയേ ഉള്ളായിരുന്നു. അല്ലാതെ വലിയ ഹോംവർക്കുകളോ ഒന്നുമില്ല. ഇന്നത്തെ ക്ലാസ്സിലും അങ്ങനെയാണ്. ക്ലാസ്സിൽ തന്നെ മാക്സിമം നമ്മൾ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലെവലാക്കാൻ ഇച്ചിരി പാടാണ്. ഈ ഒരു ലെവൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന എന്താ പറയുക, മ്യൂറലിൻ്റെ 10 days അല്ലെങ്കിൽ 20 days ക്ലാസ്സസിന് പോലും ഒരു റെഡ് ഔട്ട്ലൈനിങ് പിക്ചേഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ അത് റെഡ് ആക്കി കഴിഞ്ഞിട്ടുള്ള കാര്യം മുതലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ റെഡ് ഔട്ട്ലൈനിങ് എന്ന് പറയുന്നത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ വളരെ എളുപ്പമാണ്. ക്യാപ്സ്യൂളിൻ്റെ ബേസ് കോട്ട് നമ്മുടെ ഒരു സ്ട്രക്ചറായി കഴിഞ്ഞ് പിന്നെ നമുക്കതിനകത്ത് ഫില്ല് ചെയ്തെടുക്കുന്നൊരു പാടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവൽ വരെയാണ് നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ ഏറ്റവും വലിയ പാടായിട്ടുള്ള കാര്യങ്ങളും വരുന്നത്. പിന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ പോകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കളറിങ് സ്റ്റാർട്ട് ചെയ്യാമോ? റെഡിയാണോ? ഇതുവരെയുള്ള പ്രത്യേകിച്ച് കൺഫ്യൂഷൻസോ ഡൗട്ടോ ഒന്നുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ, നമ്മൾ ഫിഗർ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സുകളാണ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഭയങ്കര എടുത്ത് നിൽക്കുന്ന ഇറച്ചി നിൽക്കുന്ന കളേഴ്സല്ല, പക്ക കുറച്ച് നമ്മൾ മ്യൂറൽ കളേഴ്സുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വളരെ ഫെയ്ഡാക്കിയാണ്. എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വളരെ എന്താണ് ഡള്ളാക്കിയിട്ടുള്ളൊരു കളറിങ്. ഡള്ളല്ല, ഒരു ട്രഡീഷണൽ ശൈലി, പാരമ്പര്യമായ ഒരു ശൈലി ചെയ്യുന്ന ഒരു കളറിങ്ങാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഇന്ന് ബാക്ക്ഗ്രൗണ്ട് ഫില്ലിങ്ങാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ആ ചവിട്ടിയിരിക്കുന്ന ഒരു പീഠം വരച്ചിട്ടുണ്ട് കേട്ടോ. അത് പിക്ചറിൽ കാണാൻ പാടാണ്. ഞാൻ ഇങ്ങോട്ട് വെച്ചാൽ എൻ്റെ സ്റ്റാൻഡ് അത്രയും നിൽക്കത്തുള്ളൂ കേട്ടോ. ഈ ചവിട്ടിയിരിക്കുന്ന പീഠവും 2 ഡാൻസിങ് ഫിഗർ ലേഡീസിൻ്റെ ബാക്കിലായിട്ട് ഒരു വ്യാലി മുഖമുള്ള ഒരു ആർച്ചും കൊടുത്തിട്ടുണ്ട്. ആർച്ചും അത് രണ്ടും നമ്മൾ ഒഴിവാക്കിയാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. ബാക്കി എല്ലാ ഭാഗത്തും നമ്മളിപ്പോൾ ചെയ്യുന്ന കളേഴ്സ് ഡിസൈൻസുകളെന്നും നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഫില്ലാവാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒറ്റ ഡിസൈൻസാണ്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഫോമോ ഒരു സ്കെയിൽ വെച്ച് വരച്ച ഒരു പ്രതീതിയോ ഒന്നുമല്ല. ഒരു ഡിസൈൻസ് നമ്മളങ്ങനെ കൊടുത്തു വന്നല്ലോ കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് യെല്ലോ ഓക്കർ എന്ന് പറഞ്ഞ കളറാണ്. പിന്നെ കുറച്ച് അത്രയും ഡള്ളായിട്ടുള്ള കളർ വേണ്ടെങ്കിൽ ഒരല്പം കാഡ്മിയം യെല്ലോയോ ക്രോം യെല്ലോയോ നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്യാം. പക്ഷെ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്നില്ല, യെല്ലോ ഓക്കർ മാത്രമാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ.
നമ്പറുകൾ ഇടാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ പറ്റിയില്ല കേട്ടോ. ഞാൻ പകലില്ലായിരുന്നു, ഇന്ന് തന്നെ ഇട്ടേക്കാവേ. രാവിലെ ഇവിടുന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് മാം ഓർമ്മിപ്പിച്ചത്. ഞാൻ യെല്ലോയാണ് യെല്ലോ ഓഫർ കറക്റ്റായിട്ടുണ്ടാകും. നമുക്ക് രണ്ടും സെയിം ആയിട്ട് തോന്നും കേട്ടോ. ഇതാണ് യെല്ലോ ഓക്കർ കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ കുറേ യെല്ലോകൾ ഇങ്ങനെ കാണുമ്പോഴൊക്കെ മേടിക്കും. യെല്ലോ ഓക്കർ എന്നൊക്കെ പറഞ്ഞ് മേടിച്ചുകൊണ്ട് വരും, എടുത്തുകൊണ്ട് വരും. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നോക്കുമ്പോഴാണ് കളേഴ്സിന് കുറച്ച് ഡിഫറൻസ് ഉള്ളത് മനസ്സിലാകുന്നത് കേട്ടോ. അപ്പോൾ ഇത് യെല്ലോ ഓക്കർ എടുത്തിട്ടുണ്ട്. യെല്ലോ ഓക്കർ നമ്മൾ സാധാരണ ഫില്ലിങ്ങിന് യൂസ് ചെയ്യുന്ന കളറുകൾ, ക്യാൻവാസിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കളറുകളെന്ന് പറയുന്നത് എപ്പോഴും ആ കളറെന്ന് പറയുന്നത് നമ്മൾ എത്ര കളർ ഉപയോഗിക്കുന്നു അതിൻ്റെ ഇരട്ടി അളവിൽ ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും കേട്ടോ. നമ്മളതാണ് ഹെയറിന് ചെയ്തപ്പോഴും 1 ഡ്രോപ്പ് കളർ എടുത്തപ്പോൾ 2 ഡ്രോപ്പ് വാട്ടർ ഫില്ല് ചെയ്യുന്നത് എപ്പോഴും അങ്ങനെയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഒറ്റ കോട്ടില്ലെങ്കിൽ ഫില്ലിങ് കൊടുക്കത്തില്ല. കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് മഡുണ്ടാവും, ചെളി പോലുള്ള കളേഴ്സ് ഉണ്ടാവും, ചിലയിടത്ത് തിക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ യെല്ലോ ഓക്കർ പോലുള്ള കളേഴ്സുകൾ ഫില്ല് ചെയ്യുമ്പോൾ അതിനാണ് ചുമർ ചിത്രങ്ങളിൽ ഡോട്ടും ഒക്കെ വരുന്നത്. നമ്മൾ ഇതിനകത്തൊരു ചെറിയ ഡോട്ട് കാണിച്ചു തരാം, പക്ഷെ നമുക്ക് ഈ ഒരു ചിത്രം ഫുള്ള് ഡോട്ട് ചെയ്തെടുക്കാനുള്ള സമയമില്ല. നമ്മളതുകൊണ്ട് ഫിഗറിൻ്റെ ബോഡിയിൽ മാത്രമേ ചെറിയ ഡോട്ടും ലൈൻസും നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് എല്ലാം പ്ലെയിൻ വാഷ് വിത്ത് സ്മഡ്ജിങ് ആണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കളർ എടുത്തു, അതിൻ്റെ ഇരട്ടി അളവിൽ വാട്ടർ ചേർക്കുകയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ കളർ ചേർക്കുന്നതിൻ്റെ ഇരട്ടി അളവിലാണ് വെള്ളം ചേർക്കുന്നത് കേട്ടോ. ഏകദേശം നമ്മുടെ ഒരു എന്താണ് കണക്കാണത് കേട്ടോ. ഇത് നമ്മൾ ഇരട്ടി അളവാണോ എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കത്തില്ല, പക്ഷേ അത് ഭയങ്കര കട്ടിയല്ലാതെ വളരെ തിന്നായിട്ട് നമ്മൾ എപ്പോഴും ഒരു വലിയ ബ്രഷ് ഉപയോഗിച്ച്, പ്രത്യേകിച്ച് 2 കളേഴ്സാണ് നല്ലപോലെ മെൽറ്റ് ചെയ്ത് എടുക്കുക. അതിനാണ് ഇങ്ങനെയുള്ള ബൗളുകൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡിഷൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ എൻഡിലോട്ടൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കളർ തിക്കാവാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഇതാകുമ്പോൾ നമുക്ക് തിക്കാവാതെ തന്നെ കുറച്ചൊന്ന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ബാക്ക്ഗ്രൗണ്ടിനായിട്ട് യൂസ് ചെയ്യുന്ന കളർ യെല്ലോ ഓക്കറാണ്. 1 ഡ്രോപ്പ് കളർ എടുക്കുമ്പോൾ 2 ഡ്രോപ്പ് വാട്ടർ എന്ന ലെവലിലാണ് കേട്ടോ. നമുക്ക് ഇതായതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി വലിയ ബ്രഷ് യൂസ് ചെയ്യാം. 5-ൻ്റെയോ അതിനേക്കാളും വലിയ ബ്രഷ് ഉണ്ടെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ മതി എന്നേ ഉള്ളൂ. ബ്രഷ് നമുക്ക് ഇച്ചിരി വലുതായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ കുറച്ച് തിന്നായിട്ട്, ഒരുപാട് തിന്നല്ല, കളർ നല്ല, അതായത് എത്ര കളർ എടുത്തോ അതിൻ്റെ പകുതി അളവിലാണ് കളർ എടുത്തോ അതിൻ്റെ ഇരട്ടി അളവിലാണ് കേട്ടോ. 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ എന്ന ലെവലിലാണ് യെല്ലോ ഓക്കർ എന്ന് പറയുന്ന കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മളിതിന് ബാക്ക്ഗ്രൗണ്ടിലാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒഴിവാക്കിയ 2 ഭാഗങ്ങളെന്ന് പറയുന്നത് നമ്മൾ ആ നൃത്തം ചെയ്യുന്ന ഒരു പീഠം വരച്ചിട്ടുണ്ട്, പീഠം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ 2 ഡാൻസിങ് ഫിഗറിൻ്റെയും ബാക്കിലായിട്ട് ഈ എൻഡ് പോലുള്ള ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ബ്രഷ് വെച്ച് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കഴിയുന്നത് ഞാൻ വലിയ ബ്രഷാണ്, 5-ൻ്റെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനേക്കാളും വലുതുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഫ്ലാറ്റ് ബ്രഷ് വേണ്ട, റൗണ്ട് ബ്രഷ് തന്നെ യൂസ് ചെയ്യണം നിങ്ങളിത് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര തിക്കല്ല, എന്നാലും അത്യാവശ്യം ഇരട്ടി അളവിലാണ് വെള്ളം ഉള്ളതുകൊണ്ട് എന്താണ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കട്ടിയുണ്ടാവും കേട്ടോ. തീരെ ലൈറ്റല്ല, എന്നാൽ നല്ലപോലെ മിൽക്കിൻ്റെ ഒരു കണ്ടൻ്റ് ആയിരിക്കണം. ഒരിക്കലും നമ്മൾ കളർ ചെയ്യുമ്പം, ഞാൻ ഇപ്പോൾ കളർ ചെയ്യുന്ന ഭാഗങ്ങൾ കാണാമല്ലോ, ഈ കോർണറൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്തോട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മളെ ഫിഗറിൽ വരുന്ന കാര്യങ്ങൾ മാത്രം കവറാവാതെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഇപ്പം ചെയ്യുന്ന ഭാഗം കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളിത് ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട്, ഈ ഡിസൈൻ്റെ ഒക്കെ പുറത്തൂടെ അങ്ങ് ചെയ്യാൻ കേട്ടോ. റെഡ് ചെയ്ത് ഉണങ്ങിയിട്ട് വേണം ചെയ്യാൻ. ഞാൻ ഇതിപ്പം ചെയ്തതേ ഉള്ളൂ, ഇപ്പോഴല്ല, ഒരു ഹാഫ് ആൻ അവറിൽ. നല്ലപോലെ ഉണങ്ങിയിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ റെഡ് നമുക്ക് കാണാൻ പറ്റും, അതുകൊണ്ടാണ് നമ്മൾ ഒറ്റ കോട്ടിൽ തന്നെ വലിയ ബ്രഷ് ആയതുകൊണ്ട് നമ്മൾ കളർ ആദ്യം വെക്കുന്നിടത്ത് കുറച്ച് ഡാർക്കായിട്ട് തോന്നും. നോർമലി അത് ഭയങ്കര ഡാർക്കല്ല. കളർ ആദ്യം വയ്ക്കുമ്പോൾ ഡ്രോപ്സിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് തിക്കായിട്ട് തോന്നുന്നത് കേട്ടോ.
പീഠം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും നമ്മൾ യെല്ലോ ഓക്കർ മാത്രമാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് വേണമെന്നുള്ളവർക്ക്, കുറച്ചുകൂടെ ഒരു ഡിമ്മിലോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് തോന്നുന്നവർക്ക് എന്തുവാണ് കുറച്ച് ക്രോമല്ലോടെ മിക്സ് ചെയ്യാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊന്ന് ഡിമ്മായി കഴിഞ്ഞാൽ ഫിഗർ നല്ല അട്രാക്റ്റീവായിട്ട് നമുക്കതിനകത്ത് കാണിക്കാൻ പറ്റും. പിന്നെ മ്യൂറലിൻ്റെ ആ ഒരു ലുക്ക്നെസ്സും നമുക്കതിനകത്ത് വരുത്താൻ പറ്റും കേട്ടോ. നമുക്ക് ചിലപ്പോൾ ചെയ്തതിൻ്റെ അറ്റത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ബ്രഷ് വെച്ച് പിന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ കേട്ടോ. വലിയ ബ്രഷ് ആകുമ്പോൾ ക്ലാസ്സിൽ പിന്നെ എളുപ്പം കാര്യങ്ങൾ നടക്കും. അതുകൊണ്ടാണ് ഞാൻ വലിയ ബ്രഷ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഫില്ല് ചെയ്യണം. കഴിയുന്നതും പെയിൻറ്റിങ്സ് ചെയ്യുമ്പോൾ ഒരുപാട് വലിയ ബ്രഷ് എടുക്കാറില്ല, ഫ്ലാറ്റ് എടുക്കരുത്. ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 4 ലൈൻസ് പോലെ ലൈൻസ് വരും. ഫില്ലിങ്ങിന് എല്ലായിടവും ഒരേ ലെവലിലായിരിക്കില്ല ഫില്ലാവുന്നത് കേട്ടോ. തേച്ച് പിടിപ്പിക്കുന്നൊരു പ്രതീതിയാണ്. ചിലയിടത്ത് നമുക്ക് ഫ്ലാറ്റിൻ്റെ ഗ്യാപ്പിന് കൂടുതലാണ്. റൗണ്ട് ബ്രഷ് തന്നെ കഴിയുന്നതും വലുത് നോക്കി എടുക്കുക കേട്ടോ. ഏട്ടാ മിന്നു ഉറങ്ങി, ഡോറ് ക്ലോസ് ചെയ്തേ. ഈ ഭാഗങ്ങളൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങൾ പിന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെറിയ ബ്രഷ് കൊണ്ട് ചെയ്താൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇങ്ങനെ ബ്രഷ് വെച്ച് ഇങ്ങനെ എടുത്തുകൊണ്ട് ചെറുപ്പത്തിൽ റെഡ് ഡോട്ട് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇത് നമ്മൾ ഈ ആർച്ച് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളിലും ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും കളറ് മിക്സ് ചെയ്യുമ്പം നമുക്ക് ഇത്രയും വലിയ ഏരിയ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി മിക്സ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പലയിടത്ത് വെച്ച് ചെയ്യുമ്പോൾ പല തിക്നെസ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് എത്രയാണോ നമ്മുടെ അതായത് ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ബ്രഷ് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്ന ഒരളവല്ലേ, അപ്പോൾ അത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ എല്ലാം ഒരേ തിക്നെസ്. യെല്ലോയ്ക്ക് വലിയ പ്രശ്നമില്ല. യെല്ലോ നമുക്ക് 1-2 കോട്ടൊക്കെ ആണെങ്കിൽ കവർ ചെയ്തെടുക്കാം. പക്ഷെ മറ്റ് കളറുകൾ എടുക്കുമ്പോൾ ഇപ്പം ഞാൻ കാണിച്ചതിന് ശേഷമാണ് നിങ്ങൾ പൊതുവേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ഏരിയ വരെ ഒരു കളർ ആവശ്യം വരുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് പലതായി പോയി. പ്രത്യേകിച്ച് ബോഡിയൊക്കെ വാഷ് ചെയ്യാനായിട്ട് വലിയ ഫിഗറുകളിൽ ബോഡിയൊക്കെ വാഷ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ മിക്സിങ് കളേഴ്സൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കളറൊക്കെ ഒരേ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കളർ ടോൺ വ്യത്യാസപ്പെടാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കളർ മിക്സ് ചെയ്യുമ്പോൾ ഒരേ അളവിൽ അല്ലെങ്കിൽ കുറച്ച് കളർ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എത്ര കോട്ട അടിക്കേണ്ടത്? 2 കോട്ട് അടിച്ചാൽ തന്നെ ഒരു ഇത് ഫില്ലാവുള്ളൂ കേട്ടോ. 2 കോട്ട് പിന്നെ ഷെയ്ഡിങ്സ് കൂടെ വരുമ്പോൾ നമ്മൾ സാധാരണ മ്യൂറലിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോട്ട് ഇതുപോലെ ഇതിനേക്കാളും കുറച്ചുകൂടെ വെള്ളം ചെയ്തിട്ട് മ്യൂറൽ ഡോട്ട് ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പടം നമ്മൾ ഡോട്ട് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിൽ 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ എന്ന ലെവലിൽ മിക്സ് ചെയ്യും കേട്ടോ. ഇപ്പം
3 ഡ്രോപ്പ് എന്ന നിലയിൽ മിക്സ് ചെയ്യും. നമ്മളിപ്പോൾ 2 ഡ്രോപ്പാണ്, ഇരട്ടി അളവിലാണ് നമ്മളെടുത്തത്. മറ്റേത് കുറച്ചുകൂടി 3 ഇരട്ടി അളവിൽ വെള്ളം എടുത്തിട്ട് ഒറ്റ കോട്ട് വാഷ് ചെയ്യും. രണ്ടാമത്തെ കോട്ട് എന്ന് പറഞ്ഞാൽ സെയിം കളർ എടുത്തിട്ട് ഫുള്ള് കുത്ത് കൊടുക്കും. മൂന്നാമത്തെ കോട്ട് സെയിം അളവിൽ വെള്ളം എടുത്തിട്ട് വീണ്ടും കുത്തുകൾ കൊടുക്കും. അങ്ങനെയാണ് നമ്മളിതിൻ്റെ സെയിം കളറാണ് ഡോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതേ കളറാണ്, അല്ലെങ്കിൽ അടുത്ത കളർ ഏതാണോ കോമ്പിനേഷൻ 2 കോട്ട് ഇതുപോലെ കുത്തു കൊടുത്തതിന് ശേഷം മൂന്നാമത്തെ കോട്ട് അതിൻ്റെ ഷെയ്ഡിങ് കളർ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഡോട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ചിത്രം, പണ്ട് കാലത്ത് നമ്മൾ മ്യൂറൽ ചിത്രങ്ങളുടെ വിലയും സ്ക്വയർ ഫീറ്റ് റേറ്റും കൂടാനുള്ള കാരണം ഇത്രയും ഏരിയ കുത്തുകൾ കൊണ്ടാണ് നിറയ്ക്കുന്നത്. ഒരു പ്രാവശ്യം കുത്തുകൾ കൊണ്ട് നിറയ്ക്കുകയല്ല ചെയ്യുന്നത്, പകരം 2, 3, 4 ഒക്കെ പ്രാവശ്യങ്ങൾ ഡോട്ട് ഇട്ടാലേ ഈ ഒരു പിക്ചർ നല്ല ഡോട്ട് ഫീൽ നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ആർട്ടിസ്റ്റുകളും ഒരു ചിത്രങ്ങളിലും ഡോട്ട് ഇടുന്നില്ല, എല്ലാം സ്മഡ്ജിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിനുള്ളൊരു വാല്യൂ ഇപ്പോഴും നമ്മുടെ ചിത്രങ്ങൾക്ക് അത്രയുള്ള പ്രൈസേ കിട്ടുന്നുള്ളൂ. പിന്നെ വളരെ ചെറിയ പീസൊക്കെയാണ് നമുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനകത്ത് ഡോട്ടിലോട്ട് പോകാം. പക്ഷെ നമ്മളിപ്പം ചെയ്യുന്നത് സ്മഡ്ജ് ചെയ്യുന്നത് ഒരു ഡോട്ട് ടെക്നിക്ക് പോലെ തന്നെയാണ് കേട്ടോ. ഫിഗർ ചെയ്യുമ്പോൾ ചെറിയ ബോഡി ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഡോട്ട് ഷെയ്ഡിങ് കൂടെ ചെയ്തു പോകും. പിന്നെ ചിലവർ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുന്നറിയാമോ, ഫുള്ളായിട്ട് സ്പ്രേ വെച്ചിട്ട് ക്രോമെല്ലോ കളർ ആദ്യം ഒന്ന് സ്പ്രേ ചെയ്യും. എന്നിട്ട് ലൈറ്റായിട്ട് ക്രോമെല്ലോയിൽ ഓറഞ്ച് കളറൂടെ മിക്സ് ചെയ്തുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് സ്പ്രേ ചെയ്യും. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നല്ലതായിട്ട് നമുക്കൊരു ഡോട്ടിൻ്റെ ഫീല് തോന്നും. ചെറിയ ഗൺ സ്പ്രേയോ അല്ലെങ്കിൽ സ്പ്രേ വെച്ച് എന്നിട്ട് അതിൽ റെഡ് കാർബൺ ഉപയോഗിച്ച് ട്രേസ് ചെയ്തതിന് ശേഷം വരയ്ക്കാനുള്ള ഭാഗങ്ങളെല്ലാം വൈറ്റ് ആക്കിയിട്ടൊക്കെ ചെയ്യും. അപ്പം ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ഷെയ്ഡ് മാത്രം ഉള്ളത്, അല്ലെങ്കിൽ മേഘങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതോ മാത്രം അങ്ങ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ മേഘങ്ങളും ശരിക്കും സ്പ്രേ ഉപയോഗിച്ചിട്ട് വലിയ വലിയ ചുമരുകളിലൊക്കെ എല്ലാ ആർട്ടിസ്റ്റും സ്വീകരിക്കുന്നൊരു മെത്തേഡ് അതാണ് കേട്ടോ. ഡോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് കളറാ? ഇത് തന്നെയാണ് ഷെയ്ഡ് വരും കേട്ടോ. ഇതിപ്പം നമ്മൾ ഡോട്ട് കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ കോട്ട് ഇതുപോലെ വാഷ് ചെയ്തിട്ട് ഇതെല്ലാം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് വാഷ് ചെയ്തതിന് ശേഷം ഇതേ കളർ വെച്ചിട്ട് 2 കോട്ട് ഡോട്ട് കൊടുത്തിട്ട് പിന്നെ ഷെയ്ഡ് വെച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് ഞാൻ കാണിക്കും. അതുകൂടെ വെച്ചിട്ട് ഒരു ചെറിയ ഡോട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. പട്ടിക്കുട്ടിയുടെ നിന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. നമ്മളങ്ങനെ ഏകദേശം ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഭാഗങ്ങളൂടെ ഉള്ളു. അതെ അതെ അതെ, ഞാൻ പറഞ്ഞല്ലോ മുകളിലുള്ള ഒരു ആർച്ചും താഴെയുള്ള ഒരു പീഠം പോലുള്ള ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി ഒരു ഡിസൈനും നമ്മൾ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ല. ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ള വെറും ഒരു പാറ്റേൺ മാത്രമായിട്ട് കാണിക്കാൻ കേട്ടോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ദീപങ്ങളോ അതൊന്നും നമ്മൾ വേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല കേട്ടോ. അതെല്ലാം നമ്മൾ ഒരു ട്രഡീഷണൽ വ്യൂസ് പണ്ടൊക്കെ നമ്മളെ എന്താണ് തറവാടുകളിലൊക്കെ ചെയ്യുന്നില്ലേ, പക്ഷേ ആ ഒരു കളറല്ല കൊടുക്കുന്നത്. ഇവിടെയും നമ്മൾ കളർ മാറ്റുന്നു. ആ ഒരു തറവാടിലൊക്കെ വരുന്നതിൻ്റെ ഒരു ബ്രിക്സിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നൃത്തമുണ്ടാവും, കൽമണ്ഡപം എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഒരു പ്രതീതി അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് നൃത്തം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന് ഒട്ടും തന്നെ ഇമ്പോർട്ടൻസ് വരാത്ത വിധത്തിൽ ആണ് നമ്മളിത് കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് ചെയ്ത ഫിഗർ അത്രയും നമുക്ക് എടുത്ത് കാണിക്കത്തില്ല. ഫിഗറിൻ്റെ ഭംഗിയും ഫിഗറിൻ്റെ ഇതൊന്നും എടുത്ത് കാണിക്കത്തില്ല. ഒരു സെക്കൻഡ് ഇത് കട്ട്
സോറി കേട്ടാ, എൻ്റെ പട്ടിക്കുട്ടി ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ കിടന്ന്. അതിനെ പുറത്താക്കി. അപ്പം നമ്മൾ ഏകദേശം ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് കോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഉടനെ നമ്മൾ സെക്കൻഡ് കോട്ടിലോട്ട് പോകരുത്. നമുക്ക് ഡോട്ടാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവറൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. നമ്മൾ വാഷിങ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കളറിൻ്റെ ടോൺ അറിയാൻ പറ്റത്തില്ല, ഉണങ്ങാനായിട്ട് സമയമെടുക്കും, അബ്സോർബിങ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങാനായിട്ട് സമയമെടുക്കും. അതുകൊണ്ട് നമ്മളിപ്പം ഉടനെ സെക്കൻഡ് കോട്ട് ചെയ്യുന്നില്ല, നമുക്ക് ബാക്കി ഓർണമെൻറ്റ്സിലോട്ട് പോകാം കേട്ടോ. ഇന്ന് നമ്മൾ ഈ ഫിഗേഴ്സുകളിൽ പ്രധാനപ്പെട്ട ഓർണമെൻറ്റ്സാണ് കളറിങ് ചെയ്യുന്നത്. ആ ഒരു കളറിങ്ങിലോട്ട് പോയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് എടുക്കേണ്ടത് ക്രോം യെല്ലോ ആണ് കേട്ടോ. ക്രോം യെല്ലോ ആണ് ഓർണമെൻറ്റ്സുകൾക്ക് ക്രോം യെല്ലോ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്രോം യെല്ലോ അല്ലെങ്കിൽ നമുക്ക് ഗോൾഡൻ യെല്ലോ, അങ്ങനെയുള്ള യെല്ലോ. ചിലതിലാണെങ്കിൽ നമുക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് വരും. ഇന്ത്യൻ യെല്ലോ ആണ് ഇപ്പോൾ ഈ കയ്യിലിരുന്നത്. അതിൽ കുറച്ച് ഒരു ഓറഞ്ച് കണ്ടൻറ്റ് കൂടുതലാണ്. ക്രോം യെല്ലോയുടെ ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാം. ക്രോം യെല്ലോ അല്ല, മീഡിയം യെല്ലോ എന്നാണ് നമുക്ക് ശരിക്കും ഇതിനകത്ത്. പറഞ്ഞോളൂ. ഈ ബോഡിയും താഴത്തെ ആ പീഡവും ആർച്ച് ഒഴിച്ച് ബാക്കി മുഴുവനും ക്രോമെല്ലോ വെച്ച് എലോക്കർ വെച്ച് ചെയ്യണമെന്നാണോ പറഞ്ഞത്? അതെ അതെ അതെ, ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഒരു ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ എന്ന ലെവലിൽ എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കാഡ്മിയം യെല്ലോ ആണ് കേട്ടോ. കാഡ്മിയം യെല്ലോ എന്ന് പറയുന്നത് നമ്മൾ ക്രോം യെല്ലോ എന്ന് പറഞ്ഞത് എല്ലാ ഇടത്തും ട്യൂബ് കിട്ടാൻ പാടാണ്. ശരിക്കും കാഡ്മിയം യെല്ലോ ശരിക്കും. അപ്പോൾ ഈ കാഡ്മിയം യെല്ലോയിൽ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് കുറച്ചുകൂടി ഓറഞ്ചിഷാണ്. ഇത് നമ്മുടെ എന്താണ് ഇന്ത്യൻ യെല്ലോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇത് ഏതായാലും കുഴപ്പമില്ല കേട്ടോ, ചെറിയ കളർ വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്ന ആ കളർ എടുക്കാം കേട്ടോ. ഏതൊക്കെ എല്ലാം എടുക്കാന്ന് പറഞ്ഞമ്മ? കാഡ്മിയം എടുക്കാം, ഗോൾഡൻ യെല്ലോ എന്ന് പറയുന്നൊരു യെല്ലോ ഉണ്ട്, ഇന്ത്യൻ യെല്ലോ എടുക്കാം, ക്രോം യെല്ലോ എടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ ഒരുപാട് വെള്ളം, ഇതൊന്ന് മിക്സ് ചെയ്യാനുള്ള വെള്ളം മാത്രമേ ഓർണമെൻറ്റ്സിന് എടുക്കുന്നുള്ളൂ. കാരണം ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഒറ്റ കോട്ടിലങ്ങ് ഫില്ല് ചെയ്യാൻ കേട്ടോ. വളരെ ചെറിയ ഏരിയയാണ്. നമ്മളത് 2-3 കോട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് പിന്നീട് കൊണ്ടുവരാൻ പാടാണ്. നമുക്ക് അതുപോലെ സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ യെല്ലോ ചെയ്യുന്ന ഏരിയയിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് കളറ് നല്ലപോലെ മെൽറ്റ് ആക്കി എടുക്കുന്നു എന്നേ ഉള്ളൂ. കളറിങ്ങനെ മിക്സ് ആവാതെയല്ല, കറക്റ്റായിട്ട്. ഇപ്പോൾ എൻ്റെ പഴയ കളറാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഒരു മിനിറ്റ് ഞാൻ കളർ എടുത്തോട്ടെ. ഈ കളറ് നല്ലതായിട്ട് ഇപ്പം എൻ്റെ കുറച്ച് കട്ടയായിപ്പോയി കളറ്. വേറൊരു റൂമിലുണ്ട് കളറ്, പക്ഷെ ഞാൻ ഈ റൂമിൽ എടുത്ത് വെച്ചാൽ ഇനി അങ്ങോട്ട് പോകാൻ സമയമെടുക്കും. അപ്പം ഇതിനകത്ത് എന്താ ഇപ്പം ഉള്ളത്, നമുക്ക് അത്യാവശ്യം ഒന്ന് മിക്സ് ആവണം, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഭയങ്കര അങ്ങ് വെള്ളത്തിൽ നമ്മൾ നേരത്തെ യെല്ലോ ഓക്കർ ചെയ്തതുപോലെ വെള്ളം വേണ്ട. കളറിൽ കട്ടായിട്ട് വരരുത്, തിക്കായിട്ട് വരരുത്, അത്രയേ ഉള്ളൂ. പക്ഷെ കളറ് നല്ല ഡാർക്കായിരിക്കും. നമ്മൾ അതിനകത്ത് ഓർണമെൻറ്റ്സിലൊക്കെ തുടങ്ങുമ്പോൾ ആ ഓർണമെൻറ്റ്സൊക്കെ നല്ല ഡാർക്കായിട്ട് നമുക്ക് ഫീൽ ആവണം കേട്ടോ. പല കോട്ടുകൾ കൊടുക്കാതെ ഒരു കോട്ട് കൊണ്ട് തന്നെ അത് അടഞ്ഞു വരത്തക്ക വിധത്തിൽ അത് ഫീൽ ആവണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഒരു കളറിങ് ചെയ്യേണ്ടത് കേട്ടോ. ഇതൊക്കെ
കളറുകൾ കുറച്ച് ദിവസമായി മ്യൂറലൊക്കെ ഇപ്പോൾ കൂടുതൽ മ്യൂറൽ ഇവിടെ നിന്ന് എടുത്തിട്ട് ബാക്കി എൻ്റെ പുതിയ കളർ എടുക്കാൻ പഴയ കളറുകളൊന്നും എടുക്കാറില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് കുത്തി വെച്ച് ശരി. ഓർണമെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. ഓർണമെൻറ്റ്സ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് എപ്പോഴും 0 അല്ലെങ്കിൽ 00 ബ്രഷ് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മളെപ്പോഴും മിക്സ് ചെയ്യാൻ വലിയ ബ്രഷ് എടുക്കാവൂ, പക്ഷേ അതേസമയം നമുക്ക് കളർ ഫില്ല് ചെയ്യാനായിട്ട് ചെറിയ ബ്രഷുകൾ, ചെറിയ ഏരിയയാണ്. നമുക്കറിയാം ഇതിനകത്ത് ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടാണ്. ഞാൻ ഫിഗറിൻ്റെ നമുക്ക് ഈ ഒരു ഏരിയ മുതൽ തുടങ്ങാം കേട്ടോ. ഈ ഒരു ഏരിയ കാണാമല്ലോ നിങ്ങൾക്ക്. ഇതിൽ ഈ ആദ്യത്തെ ലേഡിയുടെ ഓർണമെൻറ്റ്സുകളിലാണ് നമ്മളിപ്പം കളർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ തമ്മിലുള്ള കളറിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ചെറിയ ബ്രഷ് തന്നെ കഴിയുന്നത് എടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ റെഡ് വരച്ചിട്ടുണ്ട്, പക്ഷെ അത് നോക്കുന്നില്ല. നമ്മൾ ഫുള്ളായിട്ട് ഇവിടെയും ഹെയർ വരും കേട്ടോ. ഞാൻ ചിലയിടത്ത് വിട്ടു പോയിട്ടുണ്ട്, അത് ഞാൻ നോക്കിയിട്ട് ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇടാം കേട്ടോ. ഒരു സെക്കൻഡേ. ഹെയറൊക്കെ നമ്മൾ ഇന്നലെ ക്ലാസ് സമയത്ത് ഫില്ല് ചെയ്തതാണ്, അതുകൊണ്ട് ചില ഭാഗങ്ങൾ വിട്ടു പോയിട്ടുണ്ട്. ഞാനതൊന്ന് കംപ്ലീറ്റ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ ഇതിൽ ഓർണമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓർണമെൻറ്റ്സ് ഏകദേശം നമ്മൾ ഒരു യെല്ലോ അങ്ങ് ഫില്ല് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. കളർ എപ്പോഴും ഒരു നെറ്റിൻ്റെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങ് നമുക്കത് സ്മൂത്തായിട്ട് ബ്രഷ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കളറായി പോകരുത്. കളർ എപ്പോഴും ലിക്വിഡായിട്ട് തന്നെ ആയിരിക്കണം. പക്ഷേ എന്നാൽ കളർ ഉപയോഗിക്കുമ്പോൾ ഒറ്റ കോട്ടിൽ തന്നെ അത് ഫില്ലാവുകയും വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇരട്ടിപ്പണിയാണ്. പിന്നെ 2 കോട്ടൊക്കെ ഇട്ട് വരാൻ, ചെറിയ ഭാഗങ്ങൾ ചെയ്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഒറ്റ കോട്ടിൽ തന്നെ ഫില്ല് ചെയ്യത്തക്ക വിധത്തിൽ കളർ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഹെയറിൽ വരുന്ന അക്സസറീസാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഹെയറിലൊക്കെ ഉപയോഗിക്കുന്ന അക്സസറീസ് നമ്മൾ ചെയ്തെടുക്കുകയാണ്. കൂടുതലും യെല്ലോ തന്നെയാണ് ഓർണമെൻറ്റ്സിൽ, അതുകൊണ്ട് വലിയ കൺഫ്യൂഷൻ വേണ്ട. പിന്നെ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു വൈറ്റ് ടച്ച് ചെയ്തുകൊണ്ട് നമുക്കതൊന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വിധത്തിൽ നമ്മൾ റെഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമാണ്. ഫില്ല് ചെയ്ത ഭാഗങ്ങളിൽ അടിയിലത്തെ ഡിസൈനുകളൊക്കെ ക്ലിയറായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് റെഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇത് ഹെയറിൻ്റെ ഏകദേശ ഭാഗങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇവിടെ ഒരു ഒറ്റ നാക്കുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അത് ഞാൻ ചെയ്തോളാം കേട്ടോ. ഫോട്ടോസുകൾ സൂം ചെയ്ത് ഇട്ടിട്ടില്ല, ഇന്നലെ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്.
എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ പലരും എൻ്റെ ഈ ചിത്രം കണ്ടിട്ട് 10 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷനോടുകൂടി വരയ്ക്കാൻ തന്നെ ഞാൻ ചോദിച്ച് ശരിക്കും പറഞ്ഞൊരു വെല്ലുവിളിയാണ് എടുത്തത്. ഇത്രയും വലിയ ചിത്രമായിരിക്കും എന്ന് വരച്ചു തുടങ്ങിയപ്പോൾ ഞാനും ചിന്തിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ നമുക്കൊരു 10-12 ദിവസത്തിനുള്ളിൽ തീർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മാക്സിമം 10 ദിവസം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. ഈ ചെയ്യുന്ന കളറുകളിലോ ഇതുവരെ നമ്മൾ ചെയ്ത കളറിലോ എന്തെങ്കിലും കൺഫ്യൂഷൻ ആർക്കെങ്കിലും ഉണ്ടോ, ചെയ്യുന്ന മിക്സിങ്ങിലോ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. കേട്ടോ. ഇതിലില്ല, നമ്മൾ ഓറഞ്ച് വെച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. മ്യൂറൽ റെഡ് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് വരച്ചിട്ടുള്ളതുകൊണ്ട് ഓറഞ്ച് വെച്ചിട്ടാണ് ലാസ്റ്റ് ബ്ലാക്ക് ചെയ്യുന്നതിന് മുമ്പ്. പറഞ്ഞോളൂ. വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ. ചിലപ്പോൾ നമ്മൾ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത് ഞാൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓറഞ്ച് നമ്മൾ കളറിൽ എഴുതിയിട്ടില്ല, പക്ഷെ നമ്മളത് മിക്സ് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. ഈ ഞാൻ നേരത്തെ കളറുകളൊന്നും പറയാത്തൊരു കാരണം ഈ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കൺഫ്യൂഷനായി പോകും കേട്ടോ. അപ്പോൾ അവർക്ക് ഏതാണെന്നൊക്കെ ഉള്ളൊരിതാണ്. കറക്റ്റായിട്ട് ഓരോ സ്റ്റെപ്സുകളിലും യൂസ് ചെയ്യുന്ന കളറും അതിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരും കേട്ടോ. എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം, എന്ത് കളറൊക്കെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. ഒരു വല്ലാത്ത ആകാംക്ഷയാണ്. മാം ഇത്രയും യെല്ലോ പറഞ്ഞില്ലേ, അതില് ഏത് യെല്ലോ ആയിരിക്കും ഒത്തിരി മഞ്ഞയായിട്ട് നിൽക്കാത്തത്? ഒത്തിരി മഞ്ഞയായിട്ട് നിൽക്കാത്തത് ഇന്ത്യൻ യെല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കുറച്ചുകൂടെ മ്യൂറലായിട്ട് കുറച്ചുകൂടെ ഇത് കുറച്ചുകൂടെ യെല്ലോ കൂടുതലാണ് കേട്ടോ. കാഡ്മിയം എന്ന് പറയുന്നത് കുറച്ച് ഫ്ലോറസൻറ്റ് ബേസ് ചെയ്ത് വരുന്ന ഒരെല്ലാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. കുറച്ചുകൂടെ നമ്മുടെ ക്രോമെല്ലോ അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ എന്ന് പറയുന്നൊരു യെല്ലോയാണ് കറക്റ്റ് കളറ്. പക്ഷെ അതെല്ലാ ഷോപ്പുകളിലും ഈ ബോട്ടിൽ പോലെ ട്യൂബിൽ അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗോൾഡൻ, എനിക്ക് അതിന്റെ നമ്പർ മാത്രം ഒന്ന് പറയണേ മാം. ഗോൾഡൻ ഞാനിപ്പോൾ യൂസ് ചെയ്ത കാഡ്മിയം യെല്ലോ 045 ആണ് കേട്ടോ. കാഡ്മിയം യെല്ലോ നമ്മുടെ ഇന്ത്യൻ യെല്ലോയുടെ 205 205. ഇന്ത്യൻ യെല്ലോ 205. മറ്റേതെന്നാ കാഡ്മിയം യെല്ലോ നമ്പർ? 045 045. മറ്റേത് ഞാൻ നോക്കട്ടെ, മറ്റേ റൂമിൽ കാണത്തില്ല. ഇവിടെ നോക്കിയിട്ടൊന്നും കളറുകൾ കണ്ടില്ല. എൻ്റെ ഹാർട്ട് റൂം എന്ന് പറയുന്ന വേറെ റൂമാണ്. ആ റൂമിനകത്ത് ഭയങ്കര ചൂട്, ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യ സാധനങ്ങളും എടുത്തുകൊണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി ഷിഫ്റ്റ് ചെയ്തതാണ്. എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ രാത്രിയൊന്നും ക്ലാസ് എടുക്കാനേ പറ്റുന്നില്ല, ഭയങ്കര ചൂടാണ്. വേറെ ക്ലാസ് ഉണ്ടോ ഇതിന്റെ കൂടെ?
നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ് അത് നാളെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അത് നമ്മൾ മൺഡേയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ ഡ്രോയിങ് ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു രജിസ്റ്റർഡ്. അല്ലാതെ ഇൻഡിവിജ്വൽ ക്ലാസ്സുകളുണ്ട് കേട്ടോ. ഇൻഡിവിജ്വൽ ക്ലാസ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും പുറത്തുള്ളവരാണ് ഇൻഡിവിജ്വലായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നതുണ്ട്. ചിലവർ ഈ ഓർഡർ വർക്കുകളൊക്കെ എടുത്തിട്ട് മ്യൂറലിൻ്റെ വർക്കുകൾ അവരെടുത്തിട്ട് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. സ്റ്റുഡൻസൊക്കെ അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളുണ്ട്. അത് മൈക്ക് മ്യൂട്ടല്ല. ഇതിൽ പുതുതായിട്ടുള്ള പ്രേമലത മാമാണെന്ന് തോന്നുന്നു. പുതിയതില്ലേ? ബാക്കിയുള്ള പുതിയ ആൾക്കാരില്ലേ എന്താ? എല്ലാവരും എൻ്റെ ക്ലാസ് കണ്ട് പേടിച്ച് പോയോ എന്തോ? നമ്മൾ കുറേശ്ശെ പാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കൺഫ്യൂഷൻസ് മാറ്റിക്കൊണ്ട് കുറേശ്ശെ പാർട്ടാണ് കളറിങ് ചെയ്യുന്നത്. ഒരു ടെൻഷനും വേണ്ട. എവിടെയെങ്കിലും ഡ്രോയിങ്ങുകളിൽ കൺഫ്യൂഷൻ ഉണ്ട്. ചിലപ്പോൾ നമ്മളിവിടെ വരച്ചപ്പം ഡിസൈൻസുകൾ ഇതുപോലെ ആയിരിക്കില്ല. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്കതിനകത്ത് പറ്റുന്ന ഡിസൈൻസിൽ മാലകളാണ്, ഏത് ഫാഷൻ ആയാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ ഡിസൈൻസുകൾ ചെറിയ മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് വേറൊരു ടൈപ്പായിപ്പോയി അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കണം കേട്ടോ. ഈ ഗോൾഡിനെല്ലോ അല്ലാണ്ട് ഇന്ന് വേറെ എന്തെങ്കിലും കളർ ഇടുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇന്ന് ഗോൾഡൻ യെല്ലോ മാത്രം. ശരി, ഞാൻ ഒന്ന് പുറത്ത് പോവാണേ. ശരി ശരി ശരി. ഓക്കെ, ഫോട്ടോസ് ഇട്ടേക്കാം. ഫോട്ടോസ് ഇട്ടേക്കണേ. ഓക്കെ മാം, താങ്ക് യു. ഈ ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് മാം. ഇവിടെ നമ്മളൊരു കച്ചവാദം ഈ റെഡ് ചെയ്തതെല്ലാം 2 or 3 കോട്ട് നിങ്ങളത് ഫില്ല് ചെയ്തോളണം കേട്ടോ. ഞാൻ ഫില്ല് ചെയ്തോളാം. ഈ പറഞ്ഞ പോലെ സമയത്തിൻ്റെ ഈ പഴയ പെയിൻറ്റിങ്ങിലൊക്കെ നമ്മൾ ക്യാൻവാസ് ബോർഡിൽ കഴിയുന്നതും ചെയ്യാതിരിക്കുന്നുണ്ട്. ക്യാൻവാസ് ബോർഡിൽ നമ്മൾ ക്യൂരിറ്റീസിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് പഠിപ്പിച്ചതും ക്യാൻവാസ് ബോർഡുകളിലാണ്. ആ വർക്കുകളെല്ലാം ഡാമേജ് ആയിട്ട് ക്യാൻവാസ് വീണ്ട് ഈർപ്പം തട്ടിയിട്ട് പെയിൻറ്റിങ്സൊക്കെ എന്നൊക്കെ അതൊക്കെ ഒന്ന് ക്ലിയറാക്കി എടുക്കാൻ പോലും പറ്റത്തില്ല, അങ്ങനെ ഡാമേജ് ആയിപ്പോയി. അതുകൊണ്ട് കഴിയുന്നത് ആരും ക്യാൻവാസ് ബോർഡ് യൂസ് ചെയ്യരുത് കേട്ടോ. ഒരു വർക്കിന് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് ഓളിൽ വെച്ച് നമ്മളിപ്പം വിചാരിക്കുന്നത് നമ്മുടെ ചുമരുകളെല്ലാം ഈർപ്പം പിടിക്കുന്നുണ്ട്. അപ്പം ചുമരിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഈർപ്പം പിടിച്ച് ക്ലോത്ത് ചെയ്യണമെന്നാണോ ഈ പറയുന്നത്? ക്ലോത്തിൽ അല്ലെങ്കിൽ സ്ട്രക്ചർഡ് ക്യാൻവാസിൽ കേട്ടോ.
നമ്മൾ ശരിക്കും ഈ മ്യൂറൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ചെയ്യുന്നതിന് എല്ലാത്തിനും ഇത് ഉണങ്ങുന്നത് എങ്ങനെയാണ്, അടിയിലോട്ട് ഒബ്സോർവ് ചെയ്യണം. അടിയിൽ എന്താണ്, കാർഡ്ബോർഡാണ് വെച്ചിരിക്കുന്നത്. കാർഡ്ബോർഡ് ജസ്റ്റ് വെള്ളം നനഞ്ഞ് അവിടെ ചെറിയ ഒരു ഫംഗൽ പോലെ വരികയും പിന്നീട് അത് പിക്ചറിനെ തന്നെ ഒരു പൂപ്പൽ പോലെ വന്ന് ഡാമേജ് ആക്കുകയും പിന്നെ ആ കാർഡ്ബോർഡ് വീർക്കാനും ഒക്കെ ഇടവരും. അടിയിൽ നമ്മൾ ചുമരിൽ ഇപ്പം പ്ലാസ്റ്റിക് കോട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ വരയ്ക്കുന്ന ഭാഗങ്ങളിൽ അങ്ങനെ തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിലെ വർക്കുകൾ ചെയ്യുന്നവരായിരിക്കും, എന്തെങ്കിലുമൊക്കെ ആർട്ട് വർക്കുകളായിരിക്കും. പക്ഷെ അതൊന്നും ഈ കാർഡ്ബോർഡ് ബേസ് ചെയ്യുന്ന സാധനങ്ങളിലോട്ട് ഡയറക്റ്റ് ചെയ്യാതിരിക്കും. നമുക്കത് ലാസ്റ്റ് ചെയ്യത്തില്ല, അതാണ് മെയിൻ കാര്യം. അപ്പോഴും നമുക്ക് കുറച്ച് എക്സ്പെൻസ് കുറവാണ്. ചാർജർ ട്രേസ് ചെയ്യാനൊക്കെ പിള്ളേര് ഹെൽപ്പ് ചെയ്യുമോ മക്കള്? മോള് 10th മോൻ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്തിരുന്നു, വലുതായിട്ട് പറ്റിയില്ല. സാധാരണ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അവർ മോള് ഹെൽപ്പ് ചെയ്യുമായിരുന്നു, മോളായാലും അവന് കുറച്ച് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അവനൊരു കോഴ്സ് ചെയ്യുന്നു. മോള് ICSE 10th അവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇതിനൊന്നും മുമ്പ് എനിക്ക് സ്റ്റാഫുകളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ 11 വർക്കുകൾ അധികം ചെയ്യുന്നില്ല. അത്യാവശ്യം കൊടുത്തയച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ജെന്യൂനായിട്ടുള്ള സ്റ്റാഫുണ്ട്. അപ്പം അവരുടെ കൊടുത്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫിനിഷിങ് കിട്ടത്തില്ലേ. പിന്നെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് വരയ്ക്കുന്നതിലേക്ക്. അവരെപ്പോഴും ചെയ്യുന്ന വർക്കല്ലാത്തതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അതുകൊണ്ട് ഏറ്റവും പാടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വർക്ക് പഠിപ്പിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് വർക്ക് ചെയ്യാൻ നല്ല സമയം എടുക്കും. ഈ നമ്മുടെ ഒറ്റ നാക്ക് എന്നൊക്കെ പറയുന്നതിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കാണും കേട്ടോ. അത് നമ്മൾ തോളിലായാലും അങ്ങനെ ഒരു എൻഡിലൊരു ഡിസൈൻ നമ്മളത് ഇടും കേട്ടോ. ആ ഡിസൈൻസ് എല്ലാം ആ ഗോൾഡ് വരും. അതുപോലെ കച്ചവാലിൻ്റെ താഴെയുള്ളൊരു ഭാഗം കേട്ടോ, താഴത്തെ ഭാഗം നമുക്ക് ഗോൾഡ് ഇടാം കേട്ടോ. ബാക്കി ഇടയ്ക്കുള്ളതാണ് കളേഴ്സുകൾക്ക് കോമൺ ആയിട്ടുള്ള കളേഴ്സുകൾ യൂസ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഞാൻ റെഡ് കുറച്ചുകൂടി ഇടാറുണ്ട്, അത് ക്ലിയർ ആയിട്ട് ഇട്ടിട്ട് ഫോട്ടോസ് ഇടാം കേട്ടോ. സമയം കിട്ടാത്തത് കൊണ്ടാണ്. ഇവിടെ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം ചെറിയ ബ്രഷ് വെച്ച്. ഇപ്പം ജസ്റ്റ് ക്ലാസ്സിലെ ടൈമിങ്ങിനുള്ളിൽ തീർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓടിയാണ് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന വർക്ക് ഒരിക്കലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കായില്ല. എന്നെക്കാളും നന്നായിട്ട് സ്റ്റുഡൻസ് ചെയ്യും. കാരണം ഞാൻ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഫാസ്റ്റായിട്ടല്ലേ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ അത് ഫിനിഷ് ചെയ്തെടുക്കാനുള്ള സമയവും കിട്ടാറില്ല. എത്ര
പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലും അവസാനം അവസാനം ടീച്ചറിന്റെ മാഡത്തിന്റെ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കും. അങ്ങനെയൊന്നുമില്ല. എന്നാലും നല്ല നല്ല രസമായിട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവർ ഈ പറഞ്ഞ പബ്ലിക്കായിട്ട് ഫോട്ടോസിലെടുക്കുന്ന കുറവാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പഴയ സ്റ്റുഡൻസിൻ്റെ എല്ലായിടത്തും പിക്ചേഴ്സിൽ ഇട്ട് തരാൻ പറഞ്ഞു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പം എനിക്ക് ഓരോ വർക്കുകൾ കണ്ടപ്പോഴാണ് എന്ത് രസം. എൻ്റെ ആ കളക്ഷനൊന്നും ഇല്ല, ഇത് അടിപൊളിയായിട്ടൊക്കെ ചെയ്തിട്ടിരിക്കുന്നത് അറിയാമോ. ആ ഓരോ ഓൺലൈൻ ക്ലാസ്സുകളിൽ ചെയ്ത പ്രോഡക്റ്റുകളെ മിക്കവാറും ഇട്ടിട്ടുള്ളവരുടെയൊക്കെ ഭയങ്കര രസമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെയൊക്കെ നമുക്ക് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഇതെല്ലാം ഞാനും പല കോഴ്സിൽ അങ്ങനെ ഒരു മീഡിയം നമ്മുടെ മുമ്പിൽ എത്തുന്നില്ലേ, നമ്മുടെ വീട്ടിൻ്റെ സൗകര്യത്തിലൂടെ അല്ലേ. ഇതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അതെ മാം, ശരിയാണ്. നമുക്ക് കൊറോണ വന്നതോടുകൂടി അത് കിട്ടി. ഞാനത് ഭയങ്കര ഇതാണ് കേട്ടോ. നമ്മളൊക്കെ എന്തെല്ലാം പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ. ഞാൻ പണ്ട് കഞ്ചാവ് പെയിൻറ്റിങ് കേട്ടോ. അന്നത്തെ കാലത്ത് നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും വലിയ പൈസകൾ മുടക്കാനോ ഒന്നുമില്ല. അന്ന് ഈ ലൈവ് ക്ലാസ്സുകൾ മാത്രമേ ഉള്ളതുകൊണ്ട് വളരെ ഡിസ്റ്റൻസിലായിരിക്കും. അന്ന് 45,000 50,000 രൂപയെന്നൊക്കെ പറയുമ്പോഴേ നമ്മളെങ്ങനെയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കോഴ്സുകളൊക്കെ പഠിക്കും. പക്ഷെ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോഴത്തെ ഓൺലൈനിൽ നോക്കുമ്പോൾ 499 599 എനിക്ക് ആ കോഴ്സിന് കിട്ടിയ പലത്. ഞാൻ പക്ഷേ അല്ലാതെ പഠിച്ചു. 35,000 രൂപ വരെ ചിലവാക്കിയാണ് ആ കാലത്ത് പഠിച്ചത്. ഇപ്പോഴും ആ ഒരു നമ്മൾ പഠിച്ച കോഴ്സുകളൊക്കെ ആ റേറ്റിനുള്ളിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാകുകയും ചെയ്യും കേട്ടോ. റെക്കോർഡുണ്ട്, പിന്നെ കറക്റ്റ് മെറ്റീരിയലിസ്റ്റുകളുടെ ഉണ്ട്. അങ്ങനെ ഒരു മീഡിയം വന്നത് നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ഞാൻ വരച്ചിട്ടുള്ള പടങ്ങളൊക്കെ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ വരച്ചാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല മാം. ആരീ സംസാരിക്കുന്നത്? ഡോളിയാണ്. ഡോളി മാം ഫസ്റ്റ് പെയിന്റിങ് എൻ്റെ ക്ലാസ്സിൽ തന്നെയായിരുന്നു നല്ലെന്നോട് അല്ലേ? ആണാണ്. പിന്നെ ആ 4 പേരുള്ള ഇത് വരുന്നത് വരച്ച് ചമയം ആദ്യം വരയ്ക്കുന്ന അതാ. അത് കഴിഞ്ഞ് എനിക്ക് അങ്ങ് സുഖമില്ലാതായില്ലേ, വരച്ചിട്ടില്ല. ഇപ്പോ വലിയ കുഴപ്പമില്ലല്ലോ മാം? എനിക്ക് ഇമ്മ്യൂണിറ്റി ഒത്തിരി കുറവാ, അതുകൊണ്ട് എങ്ങും പോകത്തൊന്നുമില്ല, ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന. പൊതുവെ നമ്മൾ ഒത്തിരി മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ. അതെ അതെ. എൻ്റെ മോന് 4 വയസ്സിൽ മെനഞ്ചൈറ്റിസ് വന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് ഈ ഫുൾ കോമ സ്റ്റേജിലോട്ടൊന്ന് മാറി ഒരു 6 ദിവസം വരെ. അപ്പം ഓവർ ഡോസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് കൊണ്ട് അവരിങ്ങനെ ഇഷ്ടം പോലെ മെഡിസിൻസ് എടുത്തു. പിന്നീടാണ് ഇമ്മ്യൂണിറ്റി അങ്ങ് കുറഞ്ഞത്. പിന്നെ അത് ജനറ്റിക് അല്ലാത്തത് കൊണ്ട് അപ്പോഴും പിന്നീട് കുറച്ച് നാൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 3-4 വർഷം വരെ ഞങ്ങൾ നല്ല ടെൻഷൻ അനുഭവിച്ചു. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ടെൻഷൻ ഉണ്ട്, എന്നാലും അപ്പോഴത്തെ ഒരു ലെവലേ ഈ മെഡിസിൻസിൻ്റെ ഇതായിരുന്നു. മെഡിസിൻസ് എപ്പോഴാണോ കുറച്ച് ഉപയോഗിച്ച് തുടങ്ങിയത് പിന്നെ വലിയ പ്രശ്നമില്ല. എനിക്കും സ്റ്റിറോയിഡ് ഒരുപാട് യൂസ് ചെയ്തങ്ങ് ബോഡി അതിനങ്ങ് അഡിക്റ്റഡ് ആയി. അത് അപ്പോഴാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഫുള്ളി അങ്ങ് തകരാറിലോട്ടാണ്. അത് നമുക്ക് കുറച്ച് ഏജിലും കൂടെ ആകുമ്പം ഒരു കുഴപ്പവും ഇല്ലാതെ എന്നെ പിടിച്ച് ഒന്നും പറയണ്ട. സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക, അപ്പോഴും തന്നെ പകുതി അസുഖങ്ങൾ നമ്മളെന്ന് പോകും. ഇവരുടെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണോ? നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കണേ ഉള്ളൂ. കൈ വയ്യ, കാല് വയ്യ, തോള് വയ്യ. ചില ദിവസമൊക്കെ രാത്രി വിളി, അയ്യോ ഇപ്പം ചത്തു പോയെന്ന് പറഞ്ഞാൽ. 50 വയസ്സ് കഴിഞ്ഞാ പിന്നെ എല്ലാം 50 വേണമെന്നില്ല, ഇപ്പൊ 30 കഴിഞ്ഞാൽ മതി. നേർവ്സ് എല്ലാം ഒരു ഡാമേജ് ആവും.
പഴയ കാലത്തെ പോലെ എക്സസൈസ് ഒന്നും ഇല്ലല്ലോ ശരീരത്തിന്. നമുക്കെല്ലാം സൗകര്യം. ഇപ്പൊ ആരുണ്ട് മാമിൻ്റെ കൂടെ? ആരുണ്ട് ഡോളി മാമിൻ്റെ കൂടെ? ആരും ഇല്ല, ഞാനും 3 പട്ടിയുണ്ട്. മക്കളൊക്കെ വിദേശത്ത് തന്നെ? 2 പേരും വെളിയില്ല. ഞാൻ പോയിരുന്നു. സർവൻറ്റിനെ ഒന്നും വച്ചിട്ടില്ലേ? ഉണ്ടായിരുന്നേ, ഇപ്പൊ എനിക്ക് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നി തന്നെ കഴിയുന്നതാണ് നല്ലതെന്ന്. അവര് മാനേജ് ചെയ്യാണ് ഏറ്റവും പാട്. ഒന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാല്, കൂടെ ഉള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഒരു പനി വന്നാലും അവര് പലയിടത്തൊക്കെ പോകുന്നല്ലേ. അപ്പം ഉടനെ നമുക്കത് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് എന്ത് അസുഖവും പിടിക്കും. അപ്പൊ ഞാൻ അതിനെപ്പറ്റി കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പം ഞാൻ തന്നെ താമസിക്കുമ്പോ എനിക്ക് അത്രയും അസുഖം വരുന്നില്ല. എല്ലാം നമ്മുടെ അടുത്ത് കൊണ്ടുവരുമല്ലോ. എന്നെ നോക്കുന്ന ഡോക്ടറായിരുന്നു പവിത്രൻ ഡോക്ടർ, കഴിഞ്ഞ ആഴ്ച മരിച്ചു പോയത്. അങ്ങേർക്കും ക്യാൻസർ ആയിരുന്നു. അമൃതയില് പത്രത്തിനകത്തൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ സീനിയർ ആയിരുന്നു അമൃതയില്. ഡോക്ടർ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് കാണുമല്ലോ ഒത്തിരി. അങ്ങേർക്ക് ഭാര്യ അവിടെ പതോളജിസ്റ്റ്, മോള് റേഡിയോളജിസ്റ്റ്. പക്ഷെ പുള്ളിക്ക് 4 വർഷമായിട്ട് കോളൻ ക്യാൻസർ ആയിരുന്നു. ഈ ഇത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ, മറ്റേ സ്ഥലങ്ങളിലൊക്കെ സ്പ്രെഡ് ആയി കഴിഞ്ഞേ നമുക്ക് അറിയുള്ളൂ. അതല്ലേ. ഇതിൽ നമ്മൾ ഏകദേശം ബോഡി പാർട്ടിൽ വന്നിട്ടുണ്ട്. കാലിലൊക്കെ ഉണ്ട് കേട്ടോ, ഒറ്റനാക്ക്, കച്ചാല്, അങ്ങനെയുള്ള ഓരോ പാർട്ടിലായിട്ടും ഉണ്ട്. ഒരു പാർട്ടിലായിട്ടും ഉണ്ട്. നമുക്കത് പറ്റുന്നിടത്തോളം ഞാൻ ഇന്ന് ചെയ്തിടാം, അല്ലെങ്കിൽ നമുക്ക് നാളത്തെ ക്ലാസ്സുകളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരുപാട് ഹോംവർക്ക് ഞാൻ ഇടുന്നില്ല. ഇടാത്തതിന് കാരണം ഈ ചെയ്തത് ഇതുവരെ പലരും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിനി ഹോംവർക്ക് കൂടെ ഇട്ട് ഫാസ്റ്റായിട്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സമയമെടുക്കും. അപ്പോൾ നാളെ നമ്മൾ എല്ലാം ഫില്ല് ചെയ്തിട്ടായിരിക്കും ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകുന്നത് കേട്ടോ. ഇന്ന് ചെയ്യുന്നു, 9:30 വരെ ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ ആദ്യത്തെ 2 വർക്കും എല്ലാവർക്കും കുറച്ച് പേർക്ക് പെൻഡിങ് ആണ്. പലരും പ്രിൻ്റൊക്കെ എടുത്ത് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ അതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും ചെയ്യിപ്പിക്കുന്നത്. കാരണം കുറേ വർക്കുകൾ നമ്മൾ ഇട്ടിട്ട് എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ആവാതെ പോകുമ്പോൾ അതൊരു വിഷമമാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഓരോരുത്തരുടെ അപ്ഡേഷൻസ് എനിക്ക് അറിയാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് കണ്ടിന്യൂസ് തീർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, തീർന്നിട്ടില്ല, കുറച്ചൊരു സാവകാശം വേണമെങ്കിൽ ഒരു ദിവസം നമുക്ക് ബ്രേക്ക് എടുത്ത് അടുത്ത ദിവസം ക്ലാസ് 1-2 ദിവസം ലാഗായിപ്പോയി എന്നതിന് ആരും മനസ്സിലാക്കാത്തവരല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ചെയ്തില്ല, കൂടെ എത്തണമെന്ന് ആഗ്രഹമുണ്ട്, 1-2 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ബ്രേക്ക് എടുത്തിട്ട് അടുത്ത ദിവസത്തേക്ക് ക്ലാസ് മാറ്റാം കേട്ടോ. നേരത്തെ പറഞ്ഞ ഞാൻ മാക്സിമം സമയം തന്നു. നമ്മൾ ഏകദേശം 1 വീക്സിൽ കൂടുതലായി എല്ലാവർക്കും പിക്ചറുകളൊക്കെ തന്നിട്ട് നമ്മൾ ഡെമോ എടുത്തിട്ട്, അപ്പോൾ ഏകദേശം ഇവിടെ ആകാനുള്ള ടൈം തന്നിട്ടാണ് ചെയ്തത്. നമ്മൾ വീണ്ടും ലാഗായിപ്പോയി, ഒരുപാട് ലാഗായിപ്പോയി. നിങ്ങൾക്ക് അതേ മാമിന്റെ കൂടെ ചെയ്തു പോകുന്നതാണ് നല്ലത്. ഞാൻ ഒരു 10-25 ബാച്ചുകൾ ക്യാൻവാസ് മേളുടെ ഗ്രൂപ്പ് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ അല്ലെങ്കിൽ ആ സമയത്ത് ചെയ്തവരല്ലാതെ ഉള്ളവരുടെ കംപ്ലീറ്റ് ആകത്തേയില്ല. പിന്നീട് നമ്മളിങ്ങനെ ചെയ്ത് വയ്ക്കുന്നതേ ഒരുപാട് കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി, ഒരു ആഗ്രഹത്തിലൊക്കെ പിന്നെ നമ്മൾ മെനക്കെട്ടിരുന്നാലേ തീരത്തുള്ളൂ, അല്ലെങ്കിൽ തീരാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് കേട്ടോ. കഴിയുന്നത് നമ്മൾ ഈ ഒരു ഡേയിൽ അപ്പോഴും ചെയ്തില്ലെങ്കിലും അന്നോ അടുത്ത ദിവസമോ അങ്ങ് ചെയ്ത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എന്തായാലും ഒരു ടൂർ പോകണമെങ്കിലോ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം കണ്ടെത്തുന്ന പോലെ ഏർലി മോർണിംഗോ നൈറ്റോ ഒക്കെ ഒന്ന് സമയം കണ്ടെത്തി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമെങ്കിൽ ചെയ്യത്തുള്ളൂ കേട്ടോ. ഇപ്പോഴും നമുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ, ഒരു പിക്ചറിൻ്റെ എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും, എവിടെയെങ്കിലും നമുക്ക് ചെയ്തത് ശരിയായില്ല എന്ന് തോന്നിയാലൊക്കെ നമുക്ക് ഡൗട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കത് അപ്പോഴും തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും.
ഞാൻ പണ്ട് നമ്മുടെ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഓൺലൈൻ വഴി ആദ്യത്തെ ബാച്ചുകളിലൊക്കെ ഓരോരുത്തരും ചെയ്ത് കാണിച്ച്, അല്ലെങ്കിൽ ഹോംവർക്കുകൾ ക്ലിയറായിട്ട് കാണിക്കാത്തവരെ വിളിച്ച് ചോദിച്ച് ഹോംവർക്ക് ചെയ്യിപ്പിച്ചൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം പിന്നെ കുട്ടികൾ കയറാതായി കേട്ടോ. അപ്പോഴും പിന്നെ കയറുമായിരുന്നു ആ കോവിഡ് സമയത്തൊക്കെ. പിന്നീട് അത് നല്ല റിസൾട്ടും ആയിരുന്നു നമുക്ക്. നമുക്ക് പരസ്യം വഴിയൊക്കെ ഒരുപാട് പേര് എനിക്ക് കൃത്യമായിട്ട് മറുപടി പോലും കൊടുക്കാൻ പറ്റത്തില്ല. ഒരുപാട് പേരുണ്ടാകുന്നതിനല്ല കാര്യം, ഉള്ളവർ നന്നായിട്ട് 10 പേരെങ്കിൽ 10 പേര് നന്നായിട്ട് റിസൾട്ട് കിട്ടി. അത് തന്നെയാണ് നമ്മുടെ ഒരു കോഴ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. നേരത്തെ ഓരോരുത്തരുടെ അഭിപ്രായം ഓരോരുത്തരുടെ പേര് പറഞ്ഞ് പറയുമായിരുന്നു. കുറച്ച് പേര് എവിടെ ക്ലാസ് ഉണ്ടെങ്കിലും എൻ്റെ ക്ലാസ്സുകളിൽ സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യുന്നവരുണ്ട്. മറ്റ് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യും. ഞാൻ പറയുന്നത് അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ എവിടെയൊക്കെ ക്ലാസ്സുകളുണ്ടോ അതൊക്കെ അറ്റൻഡ് ചെയ്ത് പുതിയ ശൈലിയായിരിക്കും. ഒന്നിനും ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളല്ല, പലതായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുന്ന ഒരു കാര്യമായിരിക്കത്തില്ല അടുത്തടുത്ത് കോഴ്സിന് പോകുമ്പോൾ കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഓരോ കിട്ടുന്ന കഴിവുകളും ഓരോ പുതിയ അറിവുകളാണ് കേട്ടോ. അത് ഓരോരുത്തരും നമ്മളിപ്പം കണക്ക് പഠിക്കുന്നതെന്ന് വെച്ചോ, അതിപ്പം ഞാൻ പഠിപ്പിക്കുന്ന ഒരു കണക്കായിരിക്കത്തില്ല വേറൊരു സാറ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മെത്തേഡ്. റിസൾട്ട് ചിലപ്പോൾ ഒന്നായിരിക്കും, അല്ലെങ്കിൽ ആൻസർ ഒന്നായിരിക്കും ചെയ്യുന്നത്. അതുപോലെയാണ് ചുവർച്ചിത്രങ്ങൾ കേട്ടോ. പക്ഷെ ചിലവർ ഭയങ്കരമായിട്ടും ക്രിട്ടിസൈസ് ചെയ്ത് പറയും. ഞാൻ അതിനോട് യോജിക്കത്തില്ല. നമുക്ക് പഠിക്കാൻ പറ്റുന്ന അവസരങ്ങളും കിട്ടാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒരു ഫിഗറിൻ്റെ ഏകദേശം ഓർണമെൻറ്റ്സുകളായിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ കുറച്ച് ഭാഗങ്ങളിൽ റെഡ് ഫില്ല് ചെയ്യാനുണ്ട്, അതൊന്ന് ക്ലിയർ ആക്കാം കേട്ടോ. എന്താണ് ഞാൻ വേറെ ഹോംവർക്കുകളൊന്നും ഇടാത്തത്. നാളെ ആകുന്നവർ മാക്സിമം ഗ്രൂപ്പുകളിലിടും. അപ്പോൾ എനിക്ക് എത്രത്തോളം പേര് ഇത് ഫോളോ അപ്പ് ചെയ്യും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആയിട്ട് ബാക്കിയുള്ളവർ ചെയ്യാൻ തുടങ്ങാമെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ആകത്തില്ല കേട്ടോ. ഒന്നത് ഒരു വലിയ ചിത്രം ആയതുകൊണ്ടേ. അപ്പം ഏകദേശം പേരുടെയും ആകാത്തവരുടെ ഒന്ന് എനിക്ക് ഗ്രൂപ്പിൽ പറയാൻ പറ്റിയില്ലെങ്കിൽ പേഴ്സണലെങ്കിലും ഒന്ന് അറിയിക്കാം. ഒരു വിധമെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഒരെണ്ണം ഒരു കോട്ടല്ലേ അടിക്കാൻ പറഞ്ഞുള്ളൂ. ഇന്ന് ഒരു കോട്ട് മാം. അതായത് ഇത് നന്നായിട്ട് ഉണങ്ങാൻ നമ്മൾ രണ്ടാമത്തെ കോട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ കളർ ഇളകി വരും. അതിൻ്റെ ഡാർക്ക്നെസ് ഈക്വലായിട്ട് വരത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒന്ന് വാഷിങ് നമ്മളെപ്പോഴും ഏതൊരു പെയിൻറ്റിങ്ങിലും വാഷിങ് ചെയ്യുമ്പം ഒരു കോട്ട് ചെയ്ത് അത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. രണ്ടാമത്തെ കോട്ട് നാളെ നിങ്ങൾ ചെയ്തിരുന്നാലും മതി കേട്ടോ. ഞാൻ നാളെ ചെയ്യുന്നുള്ളൂ. റെഡൊക്കെ ചെയ്യുന്നുണ്ട്, യെല്ലോ നാളെ ചെയ്യുന്നുള്ളൂ. ഓർണമെൻറ്റ്സൊക്കെ ഇഷ്ടപ്പെട്ടു. ഓർണമെൻറ്റ്സാണ് നാളെ നമ്മളൊന്ന് ഷെയ്ഡിങ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. നാളെ യെല്ലോ ഒന്ന് വാഷ് ചെയ്തിട്ട് ഓർണമെൻറ്റ്സ് ഒരു കോട്ട്. അതാണ് നമ്മൾ കുറച്ച് കളർ തിക്കായിട്ടാണ് എടുത്തത്. നല്ല ഡാർക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ല ഫില്ലായിട്ട് ചെറിയ ബ്രഷ് വെച്ച് അങ്ങ് അടിച്ചു പോയാൽ മതി കേട്ടോ. അതായത് ഒരു ഡ്രോപ്പ് കളറിന് ഏകദേശം സെയിം അളവിൽ അതൊന്ന് മെൽറ്റ് ആവുക, അല്ലെങ്കിൽ അതൊന്ന് ഒരു ലിക്വിഡ് ആവത്തക്ക വിധത്തിലുള്ള വെള്ളം മാത്രം അതിനകത്ത് ചേർത്താൽ മതി കേട്ടോ. ഇരട്ടി അളവിൽ അല്ലെങ്കിൽ ഭയങ്കര ഒരു അങ്ങനെയുള്ളൊരു ഇതിലോട്ട് വേണ്ട. അധികം വാട്ടറി ആയിട്ട് എടുത്തിട്ടില്ല അല്ലേ? വാട്ടറായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. തിക്നെസ് ഉണ്ട്, ഭയങ്കര വെള്ളമല്ല. ഒരു കോട്ടിൽ മതി. ഓർണമെൻറ്റ്സ് ഒറ്റ കോട്ട് മതി കേട്ടോ. നമുക്ക് ഭയങ്കര അതായത് നമുക്കിത് ഭയങ്കര കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷിങ് ഉണ്ടാവില്ല. നമ്മളൊരു ചെയ്യുന്നിടത്ത് ഫിനിഷിങ് ഉണ്ടാവില്ല. എപ്പോഴും ഇങ്കിൻ്റെ ഒരു തിക്നെസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വെള്ളം വേണം. പക്ഷേ എന്നാൽ കളറിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ അതൊരു ലിക്വിഡ് ആക്കുകയും വേണം കേട്ടോ. അപ്പോൾ കളർ കുറച്ച് കൂടുതലെടുക്കുകയും അങ്ങനെ അങ്ങ് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിക്കോളും കേട്ടോ. ഈ ഒരു ഫിഗറിൻ്റെ ഓർണമെൻറ്റ്സ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് പേളുകളുണ്ട്, പേളുകൾ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു
ലഡുയുടെ ചെയ്ത്, മറ്റേ ലഡുയുടെ കൈയും കൂടെ ചെയ്ത്, ബാക്കി നമ്മൾ ഏകദേശം ഈ ഒരു ലഡുയുടെ ഏകദേശം എല്ലാ പാർട്ടുകളിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സസിൽ വരുന്നതൊക്കെ നമുക്ക് പിന്നീട് ഡ്രസ്സ് ഷെയ്ഡ് കൊടുത്തിട്ട് ചെയ്യാം. ഓർണമെൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഡ്രസ്സിൻ്റെ ഇടയ്ക്കൊക്കെ യെല്ലോ വരും, അത് നമുക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യും. ഇതേപോലെ തന്നെ മറ്റു ലഡുകളുണ്ട്, നാളെ നമുക്കത് ക്ലാസ്സിൽ തന്നെ ചെയ്യാം. നിങ്ങൾ ഏകദേശം ഈ ലെവൽ റെഡ് ഔട്ട്ലൈനിങ്, റെഡ് ഫില്ലിങ്, 2 or 3 കോട്ട് റെഡ് ഫില്ലിങ് പറഞ്ഞിട്ടുണ്ട്. ഫില്ല് ചെയ്യുന്ന ഭാഗങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് യെല്ലോ ഓക്കർ, ഓർണമെൻറ്റ്സ് എന്താണ് കാഡ്മിയം യെല്ലോ അല്ലെങ്കിൽ ഇന്ത്യൻ യെല്ലോ, ക്രോം യെല്ലോ, അങ്ങനെ ഏതെങ്കിലും ഒരു കളേഴ്സ് യൂസ് ചെയ്ത് നല്ല ഫില്ലായിട്ട് ചെയ്യുക കേട്ടോ. ഓർണമെൻറ്റ്സ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ചെയ്തത്. അപ്പം നാളെ കാണാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ഇന്നത്തെ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം? ആർക്കെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചത് കേട്ടോ, പിക്ചർ ഇട്ടോ എന്തെങ്കിലും ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് ഇപ്പോൾ ഇട്ടേക്കാം, ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ഇടാം കേട്ടോ. ഞാൻ മറ്റേ ലാസ്റ്റ് റെഡ് ഔട്ട്ലൈൻ വരച്ച ഫോട്ടോ ഇട്ടിട്ടുണ്ട്, സൂം ചെയ്തിട്ടിട്ടില്ല, അത് ഞാൻ ഇട്ടേക്കാം കേട്ടോ. ക്യാമറ ക്ലാരിറ്റി ഉള്ള മോൻ്റെ ഫോണാണ്, എനിക്ക് കിട്ടത്തില്ല കയ്യിൽ. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. നൈറ്റ് മാം.